السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നമ്മുടെ വാക്കുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വാക്കുകളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കുകളുമുണ്ട്. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സംസാരിക്കുന്ന എൻ്റെ സംസാരം, ഞാൻ പറയുന്ന ഈ വാക്കുകൾ, എൻ്റെ ഈ പ്രവർത്തനങ്ങൾ, എൻ്റെ ചിന്ത, എൻ്റെ നോട്ടം, എൻ്റെ നടത്തം, എൻ്റെ ഇരുത്തം, ഇതെല്ലാം എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, എനിക്ക് ഭക്ഷണം തരുന്ന, എനിക്ക് വെള്ളം തരുന്ന, വായു നൽകുന്ന, ആഫിയത്ത് തന്ന, ആരോഗ്യം തരുന്ന എൻ്റെ റബ്ബ് ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ഇവിടെ നാം ജീവിച്ചാൽ തീർച്ചയായും നാളെ ആഖിറം എന്നൊരു ലോകം നമുക്കൊക്കെ വരാനുണ്ട്. അവിടെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും നമ്മെ രക്ഷപ്പെടുത്തുന്നതായിരിക്കണം. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് നാം പറഞ്ഞു വച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത് കാരണം നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനും അത് കാരണം രക്ഷപ്പെടാനും നമുക്ക് വലിയ കാരണമായി തീരുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കുകളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം വലിയ ഭാഗ്യവാന്മാരായി മാറും. അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ഏതാണ് ആ വാക്കുകൾ? മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കലാമ്, അൻ യഖൂലൽ അബ്ദു, ഒരു അടിമ പറയലാണ് എന്ത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് പറയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധത വാഴ്ത്തുക, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിച്ചു പറയുക, അവൻ്റെ നാമം അത് ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ളതാണെന്ന് അള്ളാഹുവിന് മുമ്പിൽ സമ്മതിച്ചു കൊടുക്കുക. അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് നാം അള്ളാഹുവിന് മുമ്പിൽ പ്രഖ്യാപിക്കുക. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കുകളായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ ശാഫിഈ മദ്ഹബുകാരാകുന്ന നമ്മൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങുന്ന ദുആഉൽ ഇഫ്തിതാഹ് നടത്തുമ്പോൾ ഹനഫി മദ്ഹബുകാരാകുന്ന ആളുകൾ അവർ സനാഇ എന്ന പേരിൽ ഈ പറയപ്പെട്ട സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നുള്ള ഈ പ്രാർത്ഥനയാണ് അവർ നടത്താറുള്ളത് എന്ന് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. കാരണം അതിന് മാത്രം വലിയ മഹത്വമുള്ള, വലിയ പ്രതിഫലമുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുന്ന വാക്കുകളാണത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ സാമീപ്യവും നമുക്കും കരസ്ഥമാക്കാൻ വേണ്ടി കഴിയും. റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.